ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം അധ്യായത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നവരുടെ യോഗ്യതകളെക്കുറിച്ചും അവർ സഭയിൽ എങ്ങനെ പെരുമാറണമെന്നും പൗലോസ്ലീഹ പറഞ്ഞതിന് ശേഷം ഇനി ഭാവിയിൽ വ്യാജ ഉപദേഷ്ടാക്കൾ വരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നുവെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നു. അങ്ങനെ ആ വ്യാജ ഉപദേഷ്ടാക്കൾ വരുമ്പോൾ പറയാൻ പോകുന്നതും മുന്നമേ പറഞ്ഞു. ചില ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാൻ പാടില്ലെന്നും വിവാഹം കഴിക്കാൻ പാടില്ലെന്നും ഒക്കെ പറഞ്ഞ് ദുരുപദേശങ്ങളുമായി വ്യാജാത്മാക്കൾ വരുവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്നു, വിവാഹം കഴിക്കുന്നത് ഒരിക്കലും പാപമല്ല, അത് തെറ്റല്ല. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം പങ്കുവഹിക്കുവാൻ ദൈവം നൽകുന്ന വലിയ വിളിയാണ് ദാമ്പത്യത്തിലേക്കുള്ള വിളി എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ഭാര്യാഭർത്തൃ സ്നേഹം സഭയും ക്രിസ്തുവുമായുള്ള ആ സ്നേഹത്തിൻ്റെ ഈ ഭൂമിയിലെ വലിയ ഉദാഹരണമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ വിവാഹം ഒരിക്കലും അത് തെറ്റല്ല, അത് തെറ്റെന്ന് പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. 2, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടില്ല. പൗലോസ്ലീഹ പറയുന്ന എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്, ഈ ഭൂമിയിലുള്ളതല്ല. അതിനെ നമ്മൾ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടി നമ്മൾ ഭക്ഷിക്കുന്നുവെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇന്നതേ കഴിക്കാവൂ, കഴിക്കാൻ പാടില്ല എന്നൊന്നും പുതിയ നിയമത്തിൽ പറയുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അശുദ്ധമൃഗം, ശുദ്ധമൃഗം, അശുദ്ധപക്ഷി, ശുദ്ധപക്ഷി, അശുദ്ധ മത്സ്യം അല്ലെങ്കിൽ ശുദ്ധമത്സ്യം ഇന്നതേ കഴിക്കാവുന്നതൊക്കെ പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഏത് അശുദ്ധമായതും ശുദ്ധീകരിക്കപ്പെടുന്നുവെന്നാണ് പൗലോസ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ പുതിയ നിയമത്തിൽ, കാരണം പഴയ നിയമത്തിൽ കൂടുതൽ പ്രാധാന്യം ശരീരത്തിനാണ് നൽകിയതെങ്കിൽ പുതിയ നിയമത്തിൽ പ്രാധാന്യം ഹൃദയത്തിനാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഹൃദയവിശുദ്ധി ആവശ്യപ്പെട്ടത്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഉദരത്തിലേക്ക് പോകുന്ന ഭക്ഷണപദാർത്ഥങ്ങളൊന്നുമല്ല അവനെ അശുദ്ധനാക്കുന്നത്, ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന വചനങ്ങളാണെന്നും കർത്താവ് പറയാനുള്ള കാരണം അതാണ്. അപ്പം ആ വ്യാജ ഉപദേഷ്ടാക്കൾ വരുമ്പോൾ അതിനുള്ള ഒരു മുന്നറിയിപ്പ് പൗലോസ്ലീഹ ഇവിടെ തീമോത്തിയോസിന് മുന്നമേ തന്നെ നൽകുകയാണ്. അതുകൊണ്ട് കെട്ടുകഥകളിലും അങ്ങനെയുള്ളതായ കാര്യങ്ങളിലൊന്നും നീ വിശ്വസിച്ചു പോകാതെ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായി പഠിപ്പിക്കുവാൻ നീ ശ്രദ്ധിക്കണം. പിന്നെ പൗലോസ്ലീഹ ഇവിടെ തീമോത്തിയോസിനോട് ഇവിടെ ആവശ്യപ്പെടുന്നത് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനം നമുക്കുണ്ട്, എന്നാൽ ആത്മീയമായ പരിശീലനമാണ് നമുക്ക് ആവശ്യം. അത് നമ്മുടെ ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നമുക്ക് പ്രയോജനപ്രദമാണ്. നമുക്കറിയാം, നമ്മൾ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന് അതിൻ്റേതായ സുഖവും ആരോഗ്യവും നമുക്ക് ലഭിച്ചേക്കാം. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ അത് അവിടെ നഷ്ടപ്പെടുകയാണ്. എന്നാൽ ആത്മീയമായ ചില കാര്യങ്ങൾ നമ്മൾ പരിശീലനമായി ജീവിതത്തിൽ സ്വീകരിച്ചാൽ അത് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നമുക്കേറെ സന്തോഷവും അനുഗ്രഹപ്രദവും ആയിരിക്കുമെന്നുള്ളതാണ്. 11 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു, നീ നല്ല മാതൃകയായിരിക്കുകയും നിന്റെ പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണമെന്നാണ്. ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞു, നിന്റെ പ്രായക്കുറവിനെ ആരും തുച്ഛീകരിക്കുവാൻ കാരണമാകരുത്. ചെറുപ്പക്കാരായ ഒരു പ്രവർത്തകന് സഭയിലെ മുതിർന്ന ആളുകളുടെ മുന്നിൽ ചിലപ്പം ഞാൻ കുറവുള്ളവനായി എന്ന് തോന്നിയേക്കാം. എന്നാൽ നിന്നെ തന്നെ നീ ശ്രദ്ധിക്കണം. നിന്റെ പ്രായക്കുറവിൽ നീ പ്രായക്കുറവായിരിക്കുമ്പോൾ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു എടുത്തുചാട്ടം ഉണ്ടല്ലോ. അപ്പം അതൊക്കെ നീ വളരെ ശ്രദ്ധിക്കണം. ഈ സഭയിലെ മുതിർന്നവരുണ്ട്, അപ്പം അവരുടെ മുൻപാകെ നീ അവർക്ക് സ്വീകാര്യനായിരിക്കത്തക്കവണ്ണം നീ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും നീ ചെയ്യണം. അതാണ് വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. 1, സംസാരിക്കുന്ന വാക്കുകൾ, 2, മറ്റുള്ളവരോടുള്ള ഇടപെടൽ, പെരുമാറ്റം,
3 സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ നീ വിശ്വാസികൾക്കൊരു മാതൃകയായിരിക്കണം. അങ്ങനെ മാതൃകയാകുമ്പോൾ മാത്രമേ നിൻ്റെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമായി സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നീ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു വലിയ പൊരുത്തമുണ്ടാകണമെന്നർത്ഥം. പലപ്പോഴും ഇന്ന് സഭയിൽ നടക്കുന്നത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം ഇല്ലാതെ പോകുന്നുവെന്നുള്ളതാണ് ഇന്ന് ക്രൈസ്തവ സഭാതലത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും നീ ശ്രദ്ധാലുവായിരിക്കണം. എന്ന് പറഞ്ഞാൽ അക്കാലങ്ങൾ ഇന്നത്തെ പോലെ ബൈബിൾ എല്ലാവരുടെയും കൈകളിലില്ല. അപ്പോൾ പൗലോസ്ലീഹ കൊടുക്കുന്ന ലേഖനങ്ങളോ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിൻ്റെ ഭാഗങ്ങളോ നീ അത് ഒരു ശുശ്രൂഷ എന്ന രീതിയിൽ നീ അത് ഉറച്ച് വായിക്കണം, മറ്റുള്ളവർ കേൾക്കുവാൻ ഇടയാകണം. ഇപ്പോൾ നമ്മുടെയൊക്കെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ 2-3 ബൈബിൾ ഉള്ളത് കൊണ്ട് നമുക്ക് സ്വയം അത് വായിക്കാൻ പറ്റും. പക്ഷെ അന്നത്തെ സാഹചര്യം അതല്ലായിരുന്നു. അതുപോലെ തന്നെ നീ ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലൊക്കെ നീ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. അതിനകത്ത് നീ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാൻ നിനക്ക് സാധിക്കണം. അതുകൊണ്ട് നീ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവികമായ തെരഞ്ഞെടുപ്പിനാലും സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴി നിനക്ക് നൽകപ്പെട്ടുള്ള കൃപാവരത്തെ നീ അവഗണിക്കരുത്. ദൈവം നൽകിയതായ കൈവെപ്പിനെ ഒരിക്കലും നീ അവഗണിക്കുവാൻ പാടില്ല. നീ ഈ സ്ഥാനത്ത് വരാൻ കാരണം ഇപ്പോൾ ഉപദേശിക്കാനും വായിക്കാനും പഠിപ്പിക്കാനും നിനക്ക് സാധിക്കുന്നത് ഇതിനു മുമ്പുള്ള ആ പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ മൂപ്പന്മാരുടെ കൈവെപ്പ് നിനക്ക് അതിനുള്ള അധികാരം, ആ കൃപാവരം നിനക്ക് നൽകിയിട്ടുണ്ട്. ആ കൃപാവരത്തെ തുച്ഛീകരിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നിന്നിൽ നിന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ കൃപാവരത്തെ അവഗണിക്കാതെ നിന്റെ കർത്തവ്യങ്ങളെല്ലാം നീ വ്യക്തമായി അനുഷ്ഠിക്കണം. അവയ്ക്ക് വേണ്ടി ആത്മസമർപ്പണം നീ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതിൽ നീ മുഴുകിയിരിക്കണമെന്നാണ്. നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ മറ്റൊന്നും നമ്മളെ ആകർഷിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുവിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ ലോകത്തിൻ്റെ ഒരു പ്രലോഭനമോ പ്രകോപനമോ അവനെ ബാധിക്കുന്നില്ല. ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ നോട്ടം മാറുമ്പോൾ, ആ സാമീപ്യത്തിൽ നിന്ന് അകലുമ്പോഴാണ് പൈശാചിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങൾക്കൊക്കെ നമ്മൾ വിധേയരാകേണ്ടി വരിക. അതേസമയത്ത് യേശുവിനോടുള്ള ബന്ധത്തിൽ ദൈവവചന വായനയിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലൊക്കെ കൂടുതൽ സമയങ്ങൾ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചാൽ, നമ്മുടെ ശ്രദ്ധ അതിലായിരുന്നാൽ, ലോകത്തോടുള്ള നമ്മുടെ മോഹങ്ങൾക്കും ആ പ്രലോഭനങ്ങൾക്കും നിന്നും ഒരുപാട് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ഉപദേശം തീമോത്തിയോസിന് പൗലോസ്ലീഹ ഇവിടെ നൽകുന്നു. അത് ക്രിസ്തുവിൽ നീ മുഴുകിയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എപ്പോഴും നിൻ്റെ ശ്രദ്ധ അതിലായിരിക്കട്ടെ എന്നുള്ളതാണ്. അതിൻ്റെ ആ 16-ാമത്തെ വാക്യം, നിന്നെക്കുറിച്ചും നിൻ്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിൻ്റെ ശ്രോതാക്കളെയും നീ രക്ഷിക്കും. നിൻ്റെ പ്രബോധനത്തെക്കുറിച്ചും നിൻ്റെ പഠിപ്പിക്കലിനെക്കുറിച്ചും നിനക്ക് ബോധ്യമുണ്ടാകണം. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രവൃത്തി നിന്നിൽ നിന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പം നാം ആദ്യം നമ്മളെ രക്ഷിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളല്ലോ. അതുകൊണ്ട് കർത്താവും പറഞ്ഞു, നിന്റെ കണ്ണിൽ കോലിരിക്കെ സഹോദരൻ്റെ കണ്ണിലെ കല്ല് തപ്പാൻ പാടില്ല. അപ്പം നമ്മുടെ കുറവുകളെ ആദ്യം നമ്മൾ മനസ്സിലാക്കി നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. അതിനുശേഷം മറ്റുള്ളവരോട് ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ തീമോത്തിയോസിന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.